വിജയത്തിൻ്റെ പടവുകൾ കയറി നക്ഷത്രക്കൂട്ടങ്ങളെ കയ്യിലൊതുക്കി പലതും ആർജിക്കുവാൻ മറന്നുകൊണ്ട് മറ്റു പലതും സമ്പാദിക്കുവാൻ ഓടി ഓടിത്തളരുന്ന ആധുനിക സമൂഹത്തിൻ്റെ പ്രതീകങ്ങളാണ് ഞാനും നിങ്ങളും. നിശബ്ദതകൾക്കും കണ്ണുനീരിനും അനുതാപത്തിനും അനുരഞ്ജനത്തിനും വിശുദ്ധ സംസർഗത്തിനും വില കൽപ്പിക്കാത്ത ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടു തുടങ്ങിയ ആരാധനാ സമൂഹം. അപരൻ്റെ കണ്ണുനീർ കാണാതെ, അവനുവേണ്ടി ശബ്ദിക്കാതെ, ഞാൻ എന്ന രണ്ടക്ഷരത്തിലേക്ക് മാത്രം ഒതുങ്ങി ചുറ്റുപാടും കാണാതെ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നു എന്നവകാശപ്പെടുന്ന ജാതി. തിരിച്ചറിയേണ്ടുന്ന വെളിച്ചത്തിലേക്ക് നമുക്ക് അകക്കണ്ണു തുറക്കാം. കറുത്ത പുസ്തകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വെളിച്ചത്തിലേക്കുള്ള വഴിയേ പോകാം. ഇവൻ വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടവൻ, കത്തുന്ന മുൾപടർപ്പിലൂടെ ദൈവിക വിശുദ്ധി തിരിച്ചറിഞ്ഞവൻ, സ്വന്തം കുറവുകളും കുറ്റങ്ങളും തിരിച്ചറിഞ്ഞ വിക്കൻ, ചെങ്കടലിലൂടെ ലക്ഷങ്ങളെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ച നായകൻ, ദൈവജനത്തിനു വേണ്ടി ഉടമ്പടികളും കൽപ്പനകളും യഹോവയിൽ നിന്നും സ്വീകരിച്ചവൻ. ഇവൻ ആരാധനയെയും വിശുദ്ധിയെയും അറിഞ്ഞു, ദൗത്യത്തെ തിരിച്ചറിഞ്ഞു. ഇവൻ ഒരു അൾത്താര ബാലൻ, ദേവാലയത്തിൽ വെച്ച് ദൈവം വിളിച്ചവൻ, അടിയനിതാ അടിയൻ കേൾക്കുന്നു എന്ന മറുപടിയിലൂടെ ദൈവജനതയുടെ പ്രവാചക ദൗത്യത്തിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ടവൻ. ഉടയോനെ മുഖാമുഖം കണ്ടപ്പോൾ പാപബോധമുണ്ടായവൻ, പാപക്ഷമ ലഭിച്ചവൻ, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന യഹോവയുടെ ചോദ്യത്തിന് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് ജീവിതത്തെ ദൈവത്തിന് കൊടുത്തവൻ. മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് അയ്യം വിളിച്ചവൻ, കണ്ണുനീരെന്ന കുന്തിരിക്കം പുകച്ച് പ്രാർത്ഥിച്ചവൻ, ജാതികളോട് സുവിശേഷം അറിയിച്ചവൻ. ഇവർക്ക് ആരാധിപ്പാൻ തടവറകളുടെ ചുമരുകളും കൈകാലുകളുടെ ചങ്ങലുകളും തടസ്സമായിരുന്നില്ല. ക്രിസ്തുവിനു വേണ്ടി സ്വന്തം ജീവിതത്തെ കൊടുത്തവർ. ഹൃദയത്തിനു മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്ന ഈ അമ്മയ്ക്കും മുന്നോട്ടു പോകാനുള്ള ശക്തി ആരാധനയും പ്രാർത്ഥനയുമായിരുന്നു. മുന്നിൽ വരുന്ന ഓരോ മുഖത്തിലും ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ ഈ അമ്മ കണ്ടു. ഈ ദൗത്യവാഹകർ ദൗത്യത്തെപ്പറ്റി തിരിച്ചറിഞ്ഞത് ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആയിരുന്നു. കുറവുകളും തെറ്റുകളും വീഴ്ചകളും അവരെ പിന്തിരിപ്പിച്ചില്ല. ദൈവ നടത്തിപ്പിൽ വിശ്വസിച്ച ഇവർക്ക് ചുമതലകളെ കണ്ടില്ലെന്ന് നടിക്കാനായില്ല. ഭൗതിക സുഖങ്ങളിൽ സന്തോഷവും ആശ്വാസവും കണ്ടെത്തി എല്ലാ വിശുദ്ധിയും നഷ്ടപ്പെട്ട് 4 ചുമരുകൾക്കുള്ളിൽ സുരക്ഷിതരായി ഇരിക്കുന്ന നമുക്ക്, ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം നിശബ്ദമായി കണ്ണുനീർ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ മനോഭാവവും, മാറത്തടിച്ച് നിലവിളിക്കുന്ന പരീശൻ്റെ അനുതാപവും, സ്വയം ചെറുതാകുന്ന അനുരഞ്ജനവും, ശക്തികേന്ദ്രമായി വിശുദ്ധ സംസർഗവും നിറഞ്ഞ ആരാധനയും തീണ്ടാപ്പാടകലെയാണ്. ഇരുൾമൂടിയ മനസ്സിൽ നിന്നും പൊട്ടിയൊലിക്കുന്ന അവിശുദ്ധികളും അന്ധവിശ്വാസങ്ങളും ആരാധന അന്തസത്തയിൽ നിന്ന് എന്നെയും നിന്നെയും എന്നേ പുറകോട്ട് വലിച്ചു കൊണ്ടുപോയി. ഞാനെന്ന ഭാവത്തിലൂന്നി ജീവിക്കുന്ന നമുക്ക് ജനിക്കുന്ന മുമ്പേ ചവിട്ടിയരയ്ക്കപ്പെടുന്ന ജീവനെയും പിച്ചു ചീന്തിപ്പെടുന്ന അനാഥ ബാല്യങ്ങളെയും അകത്തളങ്ങളിൽ നിശബ്ദമാക്കപ്പെടുന്ന അമ്മമാരുടെ സ്വപ്നങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കുവാൻ കഴിയുന്നു. ആഡംബരങ്ങളും ആഘോഷങ്ങളും ജീവിതത്തിന് നിറം പകരുമ്പോൾ ആഹാരവും വെള്ളവും വിദ്യാഭ്യാസവും ഉപജീവന മാർഗവും മണ്ണും നിഷേധിക്കപ്പെടുന്ന സഹോദരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഉടയോനെ കരയിക്കുന്നുണ്ടാകും. ഗെത്സമനയിൽ നിന്ന് 7 കടലുകൾക്കപ്പുറം നിൽക്കുന്ന നമുക്ക്, അൾത്താരയിലെ കുന്തിരിക്കത്തിൻ്റെ മണം ഓർമ്മകളിൽ പോലും ഇല്ലാത്ത നമുക്ക്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു എന്ന ചോദ്യം കേൾക്കാനോ തിരിച്ചറിയാനോ പ്രതികരിക്കാനോ കഴിയുകയില്ല. ഋതുക്കളും കാലങ്ങളും കൊഴിഞ്ഞു പോകും. ആരാധനയിലൂടെ ലഭിക്കുന്ന ആശ്വാസവും ദൗത്യത്തിൻ്റെ വാതിലും ഒന്നാണ്. ഒരു കൊടുങ്കാറ്റും കൊണ്ടുപോകാത്ത നിശബ്ദമായ പ്രാർത്ഥനകളും സത്യാരാധനയും
സ്വർഗത്തെ സുന്ദരമായി ശല്യപ്പെടുത്തുമ്പോൾ ദൗത്യ നിർവഹണത്തിൻ്റെ താക്കോൽ അരൂപിയിലൂടെ നമ്മുടെ മനസ്സിൽ വന്നു പതിക്കും. ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെട്ട, ഉപവാസത്തിലും ദേവാലയ പരിശുദ്ധിയിലും വിശ്വസിച്ച, ഗെത്സമനയിൽ വിയർപ്പ് നിണമാക്കി പ്രാർത്ഥിച്ച, അധംകൃതരെ ആത്മാവിൻ്റെ സഹോദരങ്ങളാക്കിയ, ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ വിമോചന പോരാളി. അവൻ്റെ ഭാഷ അന്ധർക്കും ബധിരർക്കും മനസ്സിലായി. അവൻ പാപത്തെ വെറുത്തു, പാപിയെ സ്നേഹിച്ചു. പുസ്തകങ്ങൾ എഴുതിയിട്ടില്ലാത്ത, വലിയ യാത്രകൾ നടത്താത്ത, 3.5 വർഷക്കാലം മാത്രം ശുശ്രൂഷകൾ ചെയ്ത വെളിച്ചത്തിൻ്റെ നായകൻ പുഞ്ചിരിക്കട്ടെ. ഇരുൾ മൂടിയ ദേവാലയങ്ങളെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് തുറക്കൂ. നിങ്ങളുടെ വിശുദ്ധ ഹൃദയം പറുദീസയിലേക്ക് ഉയർത്തൂ. തിരസ്കരിക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്ന, വേദനിക്കുന്ന ഓരോ മനുഷ്യനിലും ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിന്നിലെ നന്മ ദൗത്യത്തിൻ്റെ ചിറകിലൂടെ ഭൂമിയിൽ അലയടിക്കട്ടെ.